ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് അവർ ചാനൽ. അപ്പോൾ ഇത് വീട്ടിൽ നിന്ന് എൻ്റെ വീട്ടിൽ വോട്ട് ചെയ്യാനൊക്കെ പോയിട്ട് അവിടെ നിന്ന് തിരിച്ച് വരുമ്പോഴുള്ളൊരു വ്ളോഗാണ് കേട്ടോ. അപ്പോൾ അവിടെ നിന്ന് വരുന്നതിൻ്റെ അന്ന് രാവിലെ എടുത്തിട്ടുള്ള കുറച്ച് ക്ലിപ്സും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ ഇതിൽ ആഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ പിന്നെ വീട്ടിൽ കുറച്ച് ദിവസമൊക്കെ നിന്നതിന് ശേഷം നമ്മൾ നിൽക്കുന്ന വീട്ടിലേക്ക് പോകുമ്പോൾ കുറച്ച് സാധനങ്ങളൊക്കെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഇങ്ങനെ കിടക്കുന്നുണ്ടാവും. അതൊക്കെ ഒതുക്കി പെറുക്കി വെക്കുക. അപ്പോൾ ഇതാ ഹാൻസ് എന്തോ ചോക്ലേറ്റ് തന്ന് നിൽക്കുകയായിരുന്നു കേട്ടോ. അപ്പം ഞാൻ വീഡിയോ ഒക്കെ നോക്ക് പറഞ്ഞിട്ട് നോക്കുന്നേ ഇല്ല കേട്ടോ. അപ്പം ഈ ഒരു കളിക്കുന്നത് മിന്നോസ് ഇപ്പം ഇങ്ങനെ ഷോർട്സിൽ ഇങ്ങനെ കാണുന്നതാണ് കേട്ടോ. സ്റ്റെപ്പിൽ നിന്ന് ഇങ്ങനെ പൊട്ടുന്ന ഗ്ലാസ് ജാറുകളൊക്കെ ഇങ്ങനെ തട്ടി വിടുന്നത്. അപ്പം അതേപോലെ നമ്മുടെ ASMR വീഡിയോ അങ്ങനെയൊക്കെ കണ്ടു കഴിഞ്ഞാൽ അതേപോലെ ഇമിറ്റേറ്റ് ചെയ്ത് കളിക്കും കേട്ടോ. ഇപ്പം പിന്നെ കുറേ ആയിട്ട് ഇങ്ങനത്തെ വീഡിയോസ് കാണുന്നത് കാരണം ഇപ്പം ഇതാണ് പരിപാടി. എന്ത് ബോട്ടിൽ കിട്ടിക്കഴിഞ്ഞാലും സ്റ്റെപ്പിൻ്റെ മേലെ കൊണ്ടുവയ്ക്കുക, തള്ളിയിടുക. അപ്പോൾ അവിടെ ഷോ ഇരിക്കുന്നത് കണ്ടപ്പം ഇടണം പറഞ്ഞിട്ട് അങ്ങനെ നടക്കുന്നതാണ് കേട്ടോ. പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് ഇതാ നമ്മൾ വീട്ടിലോട്ട് തിരിച്ച് വരികയാണ് കേട്ടോ. അപ്പം ഇനി എപ്പോഴാണ് ഇനിയൊരു തിരിച്ചു പോക്ക് എന്നൊന്നും അറിയില്ല. കാരണം ഇങ്ങനൊരു മദ്രസ അവധിക്കാലം നമുക്ക് ആദ്യമായിട്ടാണല്ലോ കിട്ടിയിട്ടുള്ളത്. അപ്പോൾ പിന്നെ സ്കൂളില്ലെങ്കിലും മദ്രസ ഉള്ള കാരണം നമുക്ക് വീട്ടിലോട്ടൊന്നും പോകാൻ സാധിക്കില്ല കേട്ടോ. അപ്പം ഇത് പിന്നെ എത്തിയതിന് ശേഷം പിറ്റേന്ന് രാവിലെയാണ് കേട്ടോ ഈ ഒരു വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ കുറച്ച് അലക്കാനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ വീട്ടിൽ നിന്ന് അന്ന് മാറ്റിയിട്ടുള്ള കുറച്ച് ഡ്രസ്സും കാര്യങ്ങളൊക്കെ അതും ഉണ്ടായിരുന്നു. അപ്പം നമുക്ക് കുറേയൊന്നുമില്ല, എന്നാലും അലക്കി അന്നത്തെ ദിവസം തന്നെ നമ്മൾ ഇക്കാൻ്റെ വീട്ടിലോട്ട് വരികയാണ് കേട്ടോ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഒരു ഉച്ചയാകുമ്പോഴേക്കിനും നമുക്ക് ഇങ്ങോട്ട് വരേണ്ടി വന്നിട്ടുണ്ടായിരുന്നു. വൈകുന്നേരമൊക്കെ ആകും പോകുന്നത് വെച്ച്, പക്ഷെ പെട്ടെന്നായിരുന്നു നമ്മുടെ ആ ഒരു യാത്ര കേട്ടോ. അപ്പോൾ അതൊക്കെ അലക്കാനിട്ടിട്ട് ഇതാ മുറ്റത്തോട്ട് വന്നേക്കുമ്പോൾ നിറയെ ഇലയും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഒരു 5-6 ദിവസത്തെ ഇലയും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഇപ്പോൾ അത് വലിയ പുതുമയൊന്നുമില്ല, കാരണം 1-2 ദിവസം കൊണ്ട് തന്നെ നമ്മുടെ മുറ്റം ഇങ്ങനെയൊക്കെ ആവാറുണ്ട്. മുറ്റത്ത് മരമൊന്നും ഇല്ലെങ്കിലും അപ്പുറത്ത് തൊടിയത്ത് മരത്തിമൊന്ന് കാറ്റടിച്ച് വരുന്ന ആ ഒരു ഇലയും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. പിന്നെ അതൊക്കെ നോക്കിയിട്ട് ഞാനിതാ വേഗം നമ്മുടെ ചെടികൾക്കൊക്കെ ഒന്ന് നനച്ചു കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടു. ഒരു 5 ദിവസം വെള്ളം കിട്ടിയിട്ടില്ല. അപ്പോൾ അതിൻ്റെ ഒരു പാട്ടവും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഇപ്പം ഇന്ന് നനച്ചിട്ട് വലിയ കാര്യമൊന്നുമില്ല, കാരണം ഇന്ന് അതേ ദിവസം തന്നെ നമ്മൾ വീട്ടിലോട്ട് പോകുന്നുണ്ട്. അവിടെ ഇപ്പോൾ ഒരു 3-4 ദിവസമൊക്കെ ഇരുന്നിട്ടാണ് വരുള്ളൂ. എന്നാലും എൻ്റെ ഒരു സമാധാനത്തിന് കുറച്ചധികം തന്നെ നനച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഞാനിപ്പോൾ വീട്ടിൽ നിന്നിട്ട് തന്നെയാണ് കേട്ടോ ഈ റെക്കോർഡ് കാര്യങ്ങളൊക്കെ വോയിസ് കൊടുക്കുന്നതൊക്കെ. ഇനി പോയിട്ട് എന്തായോ അവസ്ഥ ഒന്നും അറിയില്ല കേട്ടോ. അപ്പം ഒരു സമാധാനത്തിന് വേണ്ടിയിട്ട് അങ്ങനെ നനച്ചൊക്കെ കൊടുത്തു. അതൊക്കെ കഴിഞ്ഞിട്ട് ഇതാ രാവിലെ ഇത്തിരി വെയിലൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ എന്തായാലും നമുക്ക് വൈകുന്നേരം അടിച്ചു വാരാനായിട്ട് പറ്റില്ലുണ്ടാവില്ല, കാരണം ഉച്ചയാകുമ്പോഴേക്കിനും നമ്മൾ പോന്നിട്ടുണ്ടായിരുന്നല്ലോ. അപ്പം പിന്നെ വേഗത അടിച്ചൊക്കെ വാരിയെടുത്തു. മറ്റേതിങ്ങനെ നമ്മുടെ കോരി ഇങ്ങനെ കൊണ്ടു നടന്നിട്ട് ഇങ്ങനെ തട്ടി എടുക്കാറാണ് കേട്ടോ. കാരണം ഇത് അതിലേറെ എന്താ പറയുക ഇലയും കാര്യങ്ങളുണ്ട്. അപ്പോൾ പിന്നെ ഇങ്ങനെ അടിച്ച് ഒരു ഭാഗത്ത് ഇങ്ങനെ ഒരു 2-3 ഭാഗത്ത് ഇങ്ങനെ കൂട്ടി വെച്ചിട്ട് ഒരുമിച്ച് പിന്നെ അങ്ങനെ കോരിയിട്ട് കളയാണ് കേട്ടോ ചെയ്യുന്നത്. എപ്പോഴും പറയാറുള്ള പോലെ തന്നെ നമുക്ക് ഈ മെറ്റലൊക്കെ ഇട്ട് കഴിഞ്ഞാൽ ഇതുപോലെ അടിച്ച് വാരാനായിട്ടൊക്കെ നല്ല ബുദ്ധിമുട്ടാണ് കേട്ടോ. ബേബി മെറ്റലാണെങ്കിൽ പോലും ഇത്ര വലിയ ബുദ്ധിമുട്ടില്ല തോന്നുന്നത്. അതിനും കുറച്ച് സൈസായിട്ടുള്ള മെറ്റലാണ് കേട്ടോ മുറ്റത്ത് കിടക്കുന്നത്. പിന്നെ അതൊക്കെ അടിച്ചു വാരി എന്താ പറയുക പകുതി എനർജിയും കാര്യങ്ങളൊക്കെ പോയിട്ടുണ്ട് കേട്ടോ. ഇപ്പോഴത്തെ ചൂടും കാര്യങ്ങളും പിന്നെ മുറ്റമൊക്കെ കുറച്ച് അധികം തന്നെ അടിച്ചു വാരാനുണ്ടാകുമ്പോൾ പിന്നെ ഒരവസ്ഥ പറയേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഒന്ന് വേർത്ത് കുളിച്ച് വന്നിട്ടിതാ നമ്മുടെ ഡ്രസ്സ് കാര്യങ്ങളൊക്കെ വാഷ് ചെയ്തതൊക്കെ ഉണങ്ങി വന്നിട്ടുണ്ട് കേട്ടോ. കുറച്ച് തന്നെ ഉണ്ടായിരുന്നുള്ളൂ. ഇനിയിപ്പോൾ നമ്മൾ ഇവിടുത്തെ നൃത്തവും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് പോകുമ്പോഴേക്കിനും പിന്നെ അന്ന് നമ്മൾ പോകുന്ന അന്ന് മാറ്റിയിട്ട ഡ്രസ്സും കാര്യങ്ങളൊന്നും ഇവിടെ അലക്കിയിട്ടില്ല. നേരെ ഞാൻ പാക്ക് ചെയ്തിട്ട് വീട്ടിൽ കൊടുത്തിട്ടല്ലേ അലക്കുക. അപ്പോൾ പിന്നെ ഉള്ളത് വേഗം കണ്ട് അലക്കിയിട്ടു കേട്ടോ. പിന്നെ അത് അത്രയും ദിവസം അവിടെ തന്നെയാണ് കിടക്കുന്നത് കേട്ടോ. ഞാൻ സത്യം പറഞ്ഞാൽ ഉള്ളിലേക്ക് എടുത്തു വെക്കാമെന്നൊക്കെ വിചാരിച്ചതാണ്, പക്ഷേ തീരെ ഉണങ്ങിയിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പം ഞാൻ വിചാരിച്ചു പിന്നെ ഒരു 3-4 ദിവസമല്ലേ അവിടെ കിടക്കട്ടെ എന്ന് കേട്ടോ. പിന്നെ ഇത് എൻ്റെ മൂത്തമ്മ അവിടെ നിന്ന് വരുമ്പോൾ എൻ്റെ വീട്ടിലേക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു മാങ്ങേനെ കേട്ടോ. അപ്പോൾ അവിടെ നിന്ന് ഞാനിതുപോലെ ഒന്ന് കൊടുന്നതാണ്. ചെറുതായിട്ടൊക്കെ ഇങ്ങനെ കളർ മാറി പഴുത്ത് വന്നിട്ടുണ്ട്. പിന്നെ ഈ കാണിക്കുന്ന മാങ്ങ നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടായതാണ് കേട്ടോ. എൻ്റെ വീട്ടിൽ
അപ്പം അതും എന്താ അവസ്ഥ എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് ഒന്ന് കൊടുന്നതാണ്. പിന്നെ നമുക്കത് പഴുത്ത് കഴിക്കാനുള്ള ഒരു ഇതൊന്നും ഉണ്ടായിക്കൊള്ളണമെന്നില്ലല്ലോ. ആ ഒരു 5 മാങ്ങ ഞാൻ എപ്പോഴും വീഡിയോയിൽ കാണിക്കാറുള്ളതല്ലേ. അപ്പം നമ്മുടെ മാവിലുണ്ടായ ആദ്യത്തെ മാങ്ങയല്ലേ, അപ്പോൾ അതെങ്ങനെയൊക്കെയാണെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഞാൻ ഒരെണ്ണം പൊട്ടിച്ച് കൊടുന്നതാണ്. ബാക്കി 4 അങ്ങനെ തന്നെ മരത്തിൻ്റെ മേലെ ഉണ്ട് കേട്ടോ. പിന്നെ ഇത് നമ്മൾ വീട്ടിൽ നിന്ന് വരുമ്പോൾ കൊടുന്നിട്ടുള്ള ലഗേജും കാര്യങ്ങളാണ്. അപ്പോൾ ഇതിൽ നിന്ന് ഒന്നും അങ്ങനെ മാറ്റി വെക്കേണ്ട ആവശ്യം വന്നിട്ടില്ല, കാരണം അതേപോലെ എടുത്തിട്ട് ഇക്കാൻ്റെ വീട്ടിലോട്ട് വരികയാണ് കേട്ടോ ചെയ്തത്. അപ്പോൾ പിന്നെ ഒരു 2-3 ഡ്രസ്സ് ഒന്ന് മാറ്റിയെടുക്കാമെന്ന് വിചാരിച്ചു. പിന്നെ മിന്നൂസിൻ്റെ തൊട്ടി തുണിയൊക്കെ അങ്ങോട്ട് കൊണ്ടുപോയിരുന്നുണ്ടായിരുന്നു കേട്ടോ. കമ്പിയുടെ ആവശ്യമൊന്നുമില്ല അവിടെ. പിന്നെ അനിയത്ര കുട്ടിയുടെ തൊട്ടി കമ്പനി കാര്യങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് പിന്നെ നമുക്കതിൻ്റെ ആവശ്യം വന്നിട്ടില്ല. നമ്മൾ ഈ തുണി മാത്രം കൊണ്ടുപോകണ്ടുള്ളൂ കേട്ടോ. പിന്നെ ഇക്കാൻ്റെ വീട്ടിലേക്ക് വരുമ്പോൾ ഇതൊന്നും എടുക്കാറില്ല. സാധാ അവൾ ഉച്ചയ്ക്ക് ഭക്ഷണമൊക്കെ കൊടുത്തിട്ട് പിന്നെ അങ്ങനെ ബെഡിൽ കിടത്തി ഉറക്കാറാണ് കേട്ടോ. കാരണം അത് ഭയങ്കര റിസ്ക്കാണ്. നമുക്ക് ആ ഒരു തൊട്ടിയുടെ കമ്പിയൊക്കെ അത്യാവശ്യം വലുപ്പമുള്ള കമ്പിയാണ് കേട്ടോ. അതുകൊണ്ട് കൊണ്ടുനടക്കൽ അത്ര നല്ല കാര്യമായിട്ട് എനിക്ക് തോന്നണില്ല. അതുകൊണ്ട് പിന്നെ അതെടുത്തിട്ടില്ല കേട്ടോ. പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് മിന്നൂസും ഷാനിയൊക്കെ ഒരുങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പം എങ്ങനെ വന്നാലും മിന്നു ഇക്കാൻ്റെ വീട്ടിൽ പോകുമ്പോൾ കറങ്ങി തിരിഞ്ഞ് ഈ ഡ്രസ്സ് തന്നെ ആയിരിക്കും കേട്ടോ. പ്രാവശ്യം അത് ചോദിക്കുകയും ചെയ്തു, കുട്ടിക്ക് ഈ ഡ്രസ്സ് തന്നെ ഉള്ളൂ കേട്ടോ. എങ്ങനെ കറങ്ങി തിരിഞ്ഞ് വന്നാലും അവസാനം ആ ഡ്രസ്സായിരിക്കും ഇവിടേക്ക് വരുമ്പോൾ ഇടുക. സത്യം പറഞ്ഞാൽ ഞാനത് ശ്രദ്ധിച്ചിട്ടില്ല, പക്ഷെ അത് എന്താ പറയുക, ശ്രദ്ധിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണല്ലോ നമ്മളോടത് പറഞ്ഞത്. അപ്പം ഇൻഷാ അല്ലാഹ് ഇനി അടുത്ത വരവില്ലെങ്കിലും അവളുടെ ഡ്രസ്സ് മാറ്റി വേറെ ഡ്രസ്സ് ഇട്ട് വരാൻ പറ്റണം. പിന്നെ അവിടേക്ക് പിന്നെ നമ്മളെ എളാപ്പയാണ് കേട്ടോ. ഇക്കാൻ്റെ എളാപ്പാൻ്റെ വണ്ടിയിൽ തന്നെയാണ് കേട്ടോ പോകുന്നത്. അപ്പോൾ രാവിലെ ഞാൻ അവർക്ക് നൂഡിൽസും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി കൊടുത്തു. പക്ഷേ വലിയ വിശപ്പൊന്നും മാറാത്ത കാരണം ഞാൻ പിന്നെ വഴിയിൽ നിന്ന് എളാപ്പാനെ കൊണ്ട് പഴംപൊരിയൊക്കെ വാങ്ങിപ്പിച്ചിട്ട് അങ്ങനെ കൊടുക്കുകയാണ് കേട്ടോ ചെയ്തത്. പിന്നെ ഇക്കാൻ്റെ വീട്ടിൽ മാമാൻ്റെ കുട്ടിയുടെ ബർത്ത്ഡേ ആണ് കേട്ടോ. 2ാമത്തെ ആൾ, മൂത്താൾ പെൺകുട്ടി, 2ാമത്തെ ആൾ ആൺകുട്ടി. അപ്പം അതിൻ്റെ ബർത്ത്ഡേയും കൂടി പ്രമാണിച്ച് വേഗം ഓടിപ്പടഞ്ഞ് വന്നതാണ് കേട്ടോ. കാരണം വൈകുന്നേരം ആകുമ്പോഴേക്കിനും പിന്നെ നമുക്കൊരു പരിപാടിയിൽ പങ്കെടുക്കാൻ പറ്റില്ലല്ലോ. പിന്നെയാണ് പറഞ്ഞാൽ ഇതുപോലെ ഒരുപാട് ബർത്ത്ഡേയും ചെറിയ ചെറിയ കുഞ്ഞു കുഞ്ഞു ഫങ്ഷനും കാര്യങ്ങളും ഒക്കെ ഇവിടെ നടന്നു പോകാറുണ്ട്. പക്ഷെ നമ്മളിത്തിരി ദൂരെയല്ലേ, പെട്ടെന്ന് എത്തിപ്പെടാനും കാര്യങ്ങൾക്കും അല്ലെങ്കിൽ ഇന്ന് വന്ന് അപ്പോൾ തന്നെ പോകാനുള്ള സാഹചര്യമൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ കുറേ ഫങ്ഷനും കാര്യങ്ങളൊക്കെ അങ്ങനെ പോകാറുണ്ട് കേട്ടോ. പിന്നെ ഇത് നമ്മുടെ എന്താ പറയുക, പെട്ടെന്ന് ഇങ്ങോട്ട് വരാനുള്ളൊരു പ്ലാനിങ്ങും ഇട്ട ദിവസമായിരുന്നു. അതുകൊണ്ട് തന്നെ കുറച്ചും കൂടെ നേരത്തെ വന്നിട്ട് ആ ഒരു പരിപാടിയിൽ പങ്കെടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പം അതുകൊണ്ട് എങ്ങനെയൊക്കെയോ അങ്ങോട്ട് എത്തിപ്പെട്ടതാണ്. അല്ലെങ്കിൽ നമുക്ക് ഈ ഒരു ബർത്ത്ഡേയും മിസ്സാവേണ്ടതായിരുന്നു. അപ്പോൾ എന്തോ വൈകുന്നേരം വരാനിരുന്നതാണ്. ഇത് കാരണമാണ് നമ്മളിപ്പം ഉച്ചയ്ക്ക് മുന്നേ തന്നെ എത്തിയത് കേട്ടോ. അപ്പം അതിൻ്റെ കേക്ക് മുറിയും കാര്യങ്ങളൊക്കെ തകൃതി അവിടെ നടക്കുന്നുണ്ട്. അപ്പം ഇന്നും അതിൻ്റെ ഇടയിലൊന്നുമില്ല കേട്ടോ. അവൾ സിറ്റ് ഔട്ടിൽ ഇരുന്നിട്ട് അങ്ങനെ കളിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു സമയത്തൊന്നും അവളതിനിടയിൽ വരില്ല. അവൾക്ക് ഇങ്ങനെ ഒറ്റയ്ക്ക് ഇരുന്ന് മാറി ഇരുന്നിട്ട് ഇങ്ങനെ കളിക്കണം. അപ്പോൾ ഞാൻ വേഗം ഒരു പീസ് കേക്കൊക്കെ എടുത്ത് കൊണ്ടുപോയി കിടക്കുകയാണ് കേട്ടോ. അപ്പോൾ ആൾ കഴിക്കണമൊന്നുമില്ല. അപ്പോൾ ഇന്നത്തെ ഒരു കുഞ്ഞു വീഡിയോ ഇത്രയേ ഉള്ളൂ. നെക്സ്റ്റ് നമ്മൾ ഇൻഷാ അല്ലാഹ് നല്ലൊരു വീഡിയോയുമായിട്ട് വരുന്നത് വരേക്കും ബൈ.